ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവിനെ കൊല്ലാനുള്ള ഗ്യാങ് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം സുവർണ അമ്മയോടും മകനോടും പറയുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നാളെ രാവിലെ ഗീതു ഇവിടെ നിന്ന് ആ ചുരം ഇറങ്ങുന്ന സമയത്ത് അവളെ തീർക്കണമെന്നും പിന്നെ അവൾക്കിപ്പോൾ അജാസിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അപകടം ഏത് വഴിക്ക് വന്നാലും അവനത് തടയും. അതിന് രാവിലെ ഗീതു ക്ഷേത്രത്തിൽ പോകുന്ന കാര്യമോടെ മറ്റാർക്കെങ്കിലും അറിയുമെന്ന് ചോദിച്ചപ്പോൾ അവൾ ഭയങ്കര രഹസ്യമായി പോകാനുള്ള പരിപാടിയാണെന്നും കണ്ണൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞു. എങ്കിൽ ആ ജാസു അത് അറിയാൻ പോകുന്നില്ല എന്നുള്ള കാര്യം സുവർണ ഇവരോട് പറഞ്ഞു. ഗോവിന്ദ് സാറ് ഇന്ന് നല്ല മദ്യലഹരിയിലാണെന്നും അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഗോവിന്ദ് സാറ് പറയാത്തത് കൊണ്ട് അജാസും അലർട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതാണ് പറ്റിയ സമയം. അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ഗീതുവിന് പിന്നാലെ ഒരു പ്രൊഫഷണൽ കില്ലർ ഉണ്ടാകും. അപ്പോൾ അമ്മ പറഞ്ഞ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി രാവിലെ മുതൽ കാത്തു നിന്നാൽ മതിയെന്ന് മകനും പറഞ്ഞു. രാവിലെ റോഡിൽ തിരക്ക് കൂടുന്നതിന് മുൻപ് അവളെ ഫിനിഷ് ചെയ്തിരിക്കണം എന്നും പറഞ്ഞ് രാധിക സുവർണയോട് ആ ഒരിത് പറയണം. കൊലയാളിയോട് റെഡി ആയിട്ടിരുന്നോളാനും. അപ്പം മേഡം ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നാളെ രാവിലെ ഗീതു തീരും എന്ന് സുവർണയെ ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞ് രാധിക അവിടുന്ന് പോയി കഴിഞ്ഞപ്പം ഗീതുവിനെ മാത്രം ഇല്ലാതാക്കിയാൽ എനിക്കെന്താ പ്രയോജനമെന്ന് സുവർണയോട് ചോദിക്കുന്നു വരുൺ. അത് കേട്ടപ്പോൾ ഗീതുവിൻ്റെ മരണവാർത്ത അറിഞ്ഞും കാറുമായി വരുന്ന ഗോവിന്ദ് സർ നിയന്ത്രണം വിട്ട കാറ് ആക്സിഡൻ്റായി സ്പോട്ടിൽ വെച്ച് മരിക്കുന്നു. എന്താ അത് പോരേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി വരുണ്യ. പ്രമുഖ ബിസിനസ്സുകാരൻ ഗോവിന്ദ് മാധവനും ഭാര്യയും ഒരേ ദിവസം വ്യത്യസ്ത ആക്സിഡൻറ്റുകളിൽ മരിച്ചു. അടിപൊളിയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് വാർത്ത ഗംഭീരമാകും എന്നും പറഞ്ഞ് വരുൺ ഇങ്ങനെ സ്വപ്നം കാണുന്നു. സുവർണ തൊട്ടടുത്ത് നിന്ന് സ്വപ്നം കാണുന്നു. രണ്ടുപേരും ഭയങ്കര സ്വപ്നത്തിലാണ്. എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ ഗീതുവിനെയാണ്. ഗീതു റൂമിലേക്ക് ചെന്നപ്പോൾ ഗോവിന്ദ് നല്ല ഉറക്കം, അതും ബെഡിൽ വട്ടം കിടന്ന് ഉറങ്ങുന്നു. ഓഹോ, എന്നെ കാണിക്കാൻ വേണ്ടി ഭയങ്കര ഉറക്കം അഭിനയിക്കുക അല്ലേ എന്നൊക്കെ ചോദിച്ച് ഗീതു അങ്ങ് കയറി ചെല്ലുക. അല്ല, ഇങ്ങനെ കിടന്ന ഞാനിത് എവിടെ കിടക്കാനാ? കണ്ണേട്ടാ എഴുന്നേറ്റ് നേരെ കിടന്നേ കണ്ണേട്ടാ എന്നും പറഞ്ഞ് ഗീതു ഗോവിന്ദനെ വിളിക്കുന്നു. ഗോവിന്ദൻ എവിടെ എഴുന്നേക്കാൻ, നല്ല ഉറക്കമല്ലേ. ഈ കണ്ണേട്ടൻ ഇങ്ങനെ കിടന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ നേരെ കിടത്താമെന്ന് വിചാരിച്ച് നമ്മുടെ ഗീതു കട്ടിലേ കയറി നിന്നും ഇരുന്നും കിടന്നും ഒക്കെ ഗോവിന്ദനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. ഗോവിന്ദനാണെങ്കിൽ അനങ്ങുന്നില്ല. ഗീതുവിനാണ് ഒരു രീതിയിലും ഗോവിന്ദനെ ഒന്നും അനക്കാൻ പോലും കഴിയുന്നില്ല. മാക്സിമം ഗീതു ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെ കട്ടിലെ കയറി നിന്ന് ഇങ്ങനെ വലിച്ചു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലിച്ച് ഒരു രീതിയിൽ ഇങ്ങനെ കുറേയൊക്കെ ആക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു മടുത്തു. ഗീതു നേരത്തേക്ക് അവിടെ മടുത്ത് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഗോവിന്ദൻ്റെ തല ഗീതുവിൻ്റെ മടിയിലേക്കാണ് ഇരിക്കുന്നത്. ഗോവിന്ദൻ എന്നിട്ട് എന്ത് ചെയ്തു? വേഗം തന്നെ ഗീതുവിൻ്റെ അരികിലേക്ക് ഇങ്ങനെ ചേർന്ന് ചെന്ന് ഗോവിന്ദൻ ഗീതുവിൻ്റെ നെഞ്ചിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ഗീതുവിന് അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. ഗീതു അന്നേരം ഇങ്ങനെ പതുക്കെ ഇരുന്ന് ഇങ്ങനെ ചോദിക്കുക ഗോവിന്ദനോട്, എന്നാ കണ്ണേട്ടാ ഈ മദ്യലഹരിയിലല്ലാതെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് എന്ന്. അങ്ങനെ ഗീതു ആ ഒരു സ്വപ്നമൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഗോവിന്ദൻ അന്നേരത്തിന് ഗീതുവിൻ്റെ ഇവിടെ ഇങ്ങനെയൊക്കെ ചേർത്ത് പിടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ പിടിച്ച് കിടക്കുമ്പോൾ ഗീതുവും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. പെട്ടെന്ന് ഇത് എൻ്റെ പില്ലോയല്ല, അതെൻ്റെ പില്ലോ എന്തേ, ആരാ എൻ്റെ പില്ലോ എടുത്തേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ പിച്ചും പേയും പറയാം. എൻ്റെ പൊന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വീണ്ടും ഗോവിന്ദൻ എടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴേക്കും ശത്രുക്കളെയെല്ലാം എൻ്റെ കണ്ണേട്ടന് കാണിച്ചു തന്ന് കണ്ണേട്ടൻ എന്നെ സ്നേഹിച്ച് തുടങ്ങുന്ന ഒന്നാണ് യഥാർത്ഥ ഗീതാ ഗോവിന്ദൻ തുടങ്ങുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുക. ഗീതു ഇങ്ങനെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണേട്ടനെ കൊല്ലാനുള്ള ശ്രമത്തിലാണ് പലരും, എൻ്റെ കണ്ണേട്ടനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലായി ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഈ ഒരു പരിശ്രമത്തിൽ ഞാൻ തോറ്റുപോയാൽ പിന്നെ എൻ്റെ കണ്ണേട്ടനില്ല, നമ്മൾ തമ്മിൽ പിന്നെ ഒരിക്കലും കാണില്ലെന്നൊക്കെ ഗീതു ഇങ്ങനെ ഗോവിന്ദനോട് പറയുക തൻ്റെ മനസ്സുകൊണ്ട്. അതൊക്കെ കേൾക്കാനുള്ള ഒരിതിലല്ലല്ലോ കണ്ണൻ. അതുപോലെ കണ്ണേട്ടൻ നല്ല ഉറക്കത്തിലാണ്. ഞാനില്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടാത്ത പാട്ടിൻ്റെ മധുരം പോലെ എൻ്റെ കണ്ണേട്ടൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ചൂടാത്ത പൂവിൻ്റെ സുഗന്ധം പോലെ ഞാൻ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു ഗീതു ഇങ്ങനെ ഇരുന്ന് ആ ഒരു സങ്കടത്തോടെയൊക്കെ ഇരുന്ന് പറയുന്നു. അങ്ങനെ ഗീതു ഒക്കെ പറഞ്ഞിരുന്ന് കരയും കേട്ടോ. കണ്ണൻ ഇങ്ങനെ തോളിൽ കിടപ്പുണ്ട്. ഈ കണ്ണുനീര് എൻ്റെ യാത്രാമൊഴിയാണെന്ന് കരുതി എൻ്റെ കണ്ണേട്ടൻ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്ന് പറയുക. അതായത് ആ കണ്ണുനീര് മുഴുവൻ ഗോവിന്ദൻ്റെ മുഖത്തേക്കാണ് വീഴുന്നത്. അങ്ങനെ ഉറങ്ങിക്കിടന്ന കണ്ണൻ്റെ കണ്ണും മുഖമൊക്കെ നനഞ്ഞു. ഇതെവിടുന്ന് മഴ പെയ്യുവാണോ, എൻ്റെ മേലൊക്കെ നനഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ ഇങ്ങനെ നീങ്ങിക്കിടക്കുന്നു. കണ്ണൻ എന്നിട്ട് അത് മുഴുവൻ തൂത്ത് കളയുക. ഗീതു ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ
അങ്ങനെ റൂഫ് തുളച്ചെങ്ങാനും മഴ വരുവാണോ എന്നൊക്കെ ഇങ്ങനെ പറയണു. ആ സമയത്ത് അതെ, തോരാത്ത മഴയാണ്. ഈ റൂഫ് തുളച്ച് മഴ പെയ്താലും എൻ്റെ കണ്ണുനീരിൻ്റെ ആ ഒരു ഇത് വരില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ ഓരോന്നൊക്കെ പറയുക. പെട്ടെന്ന് നമ്മുടെ കണ്ണേട്ടൻ ചാടി എഴുന്നേറ്റത്. എന്താ ഇതെന്ന് വേഗം ഗീതു എഴുന്നേറ്റ് ഓടിച്ചെന്നു. എന്താന്ന് ചോദിച്ചു. അപ്പോൾ എവിടെ പോവാന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോകുക, നീ പോരുന്നോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കണ്ണൻ. ഇങ്ങനെ പറയുമ്പോൾ എന്നും പറഞ്ഞു ഗീതു ഇങ്ങനെ തലയാട്ടി. അപ്പം ശരി ഓക്കെ എന്നും പറഞ്ഞ് കണ്ണൻ ഇങ്ങനെ പോണു. ഗീതു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഗീതു ഓരോന്നും ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഗോവിന്ദൻ എന്നിട്ട് വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നു. അതുപോലെ തന്നെ പതുപ്പം പൊതിച്ച് കയറി കിടന്നു. ഗീതു ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് ഗീതു ഇങ്ങനെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ആയി. ഗീതു രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വന്നു. എന്നിട്ട് കണ്ണാടിയിൽ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. വേട്ടക്കാരൻ എന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ദിവസമാണെന്നും ഞാൻ എൻ്റെ വേട്ട തുടങ്ങുന്ന ദിവസമാണെന്നും പറഞ്ഞ് തൻ്റെ കയ്യിലിരിക്കുന്ന മാല അതെടുത്ത് ഇങ്ങനെ പിടിക്കുക. ഈ മാലയിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ ശത്രുക്കൾക്കുള്ള കെണിയാണെന്ന് എൻ്റെ ശത്രുക്കൾ ഒരിക്കലും അറിയില്ലെന്നും പറഞ്ഞ് ഗീതു ആ മാല എടുത്ത് കഴുത്തേലേക്ക് അണിഞ്ഞു. അത് കഴിഞ്ഞ് ഗീതു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം ഇങ്ങനെ വിളിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകാനായിട്ട് നോക്കും. അപ്പോഴും ഗോവിന്ദൻ നല്ല ഉറക്കത്തിലാണ്. കണ്ണേട്ടനോട് യാത്ര പറഞ്ഞ് ഗീതു വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങണം. ഞാൻ എൻ്റെ ദൗത്യത്തിന് ഇറങ്ങുകയാണ്, കണ്ണേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടന്ന കണ്ണൻ്റെ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ച്. അപ്പോൾ അങ്ങനെ ഗീതു ആ ഒരു തൻ്റെ ജോലി പൂർത്തീകരിക്കാൻ വേണ്ടി പോണു. തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവൻ കണ്ണേട്ടൻ്റെ മുന്നിലിരുന്ന് പറഞ്ഞ് തീർത്തിട്ടാണ് പോണത്. എന്തായാലും ഗീതു രാവിലെ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും കാഞ്ചന തുള്ളിച്ചാടി അതിലെ വരുന്നുണ്ടായിരുന്നു, അതായത് പത്രം എടുത്തിട്ട്. അപ്പോൾ അല്ല ഗീതു പാപ്പ എവിടെ പോവാന്ന് ചോദിച്ചു. അത് ഞാനെങ്ങും പോവല്ലെന്ന് പറഞ്ഞു. അയ്യോ അതല്ല, ഗോവിന്ദമാമ എഴുന്നേൽക്കുമ്പോൾ ഗീതുപ്പാപ്പ എവിടെ പോയെന്ന് ചോദിക്കും, അപ്പോൾ പറയണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ പറ്റിയ ബോധത്തിലല്ല അക്കട മാമൻ ഇന്നലെ കിടന്നതെന്ന് പറഞ്ഞു. ഇപ്പോഴേ മാമന് മദ്യപാനം ரொம்ப ജാസ്തി. ഇന്നലെ ഒരു പെണ്ണ് വന്നില്ലേ, അതിനപ്പുറം മാമൻ്റെ ബുദ്ധിയും ആ ഒരു ഇതൊക്കെ ചേഞ്ച് ആയത്. അതെ, ഗീതുപാപ്പ വളരെ സൂക്ഷിച്ചോ. ദേ ആ പെണ്ണ് നിസ്സാരക്കാരിയൊന്നും അല്ല. അവൾക്കും മാമനും ഇടയിൽ എന്തോ വലിയ കണക്ഷൻ ഉണ്ടെന്നൊക്കെയുള്ള കാര്യമൊക്കെ പറഞ്ഞ് കാഞ്ചന ഗീതുവിനെ പേടിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം നമ്മുടെ ഗീതയോടെ നിന്ന് ആലോചിക്കുക. അന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ നിന്നെപ്പോലെ ഒരുത്തിയുടെ കൂടെ ഒന്ന് ജീവിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോഴെന്നെ നേരത്തെ എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ചുറ്റി നടന്ന ഒരു പഴയ മിസ് ക്യൂൻ വീണ്ടും എൻ്റെ അടുത്ത് കറങ്ങി എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഗോവിന്ദൻ പറഞ്ഞത്. അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഗീതു ആലോചിച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ രാധിക അത് മേളിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവൾ ഇറങ്ങിയെന്നുള്ള കാര്യം രാധികയ്ക്ക് മനസ്സിലായി. ഈ സമയത്ത് ദേ ഗീതു പാപ്പ ഗോവിന്ദമാമയെ സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ ഗീതുവിന് നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മിണ്ടാതെ പോകാൻ പറഞ്ഞു. പിന്നെ എന്നാലും എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഈ വേഷം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിച്ചു ഗീതു. അത് പിന്നെ മാർക്കറ്റിൽ മീൻ മേടിക്കാൻ പോകുന്നത് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. മീൻ മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് ചിക്കനും മട്ടനും കൂടി വാങ്ങണമെന്ന് പറഞ്ഞു ഗീതു. എന്നും പറഞ്ഞിട്ട് നിൽക്കണു നമ്മുടെ കാഞ്ചന. നല്ല ബീഫും വാങ്ങണേ, കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് രാധിക മേളിൽ നിന്ന് ഇതെല്ലാം കാണുന്നു. ഗീതു ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടു, അതായത് രാധിക അവിടെ നിൽക്കുന്നത് ഗീതു കണ്ടു. ഗീതു എന്നിട്ട് ഭയങ്കര ഇതായിട്ട് പോന്നു. അപ്പോഴേക്കും രാധിക അപ്പുറേക്ക് പോവുക ഫോണും എടുത്തുകൊണ്ട്. ഗീതു ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ റെഡിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവളെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ തന്നെ ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ടെന്ന് സുവർണ പറയാം. അപ്പോൾ അത് കേട്ടപ്പം അതാരാന്ന് ചോദിച്ചു രാധിക. അപ്പോൾ കരൺ നായിക് ആണെന്നും പിന്നെ മുംബൈ പോലീസിനെ വിറപ്പിച്ച ഏതോ ഇൻ്റർനാഷണൽ ക്രിമിനൽ ആണെന്നൊക്കെ പറഞ്ഞു. അത് ഒരു മനുഷ്യമൃഗമാണ്, ഒരു ചെന്നായയാണ്, ഒരു ബ്ലഡി ക്രിമിനലാണ് കരൺ നായിക് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ സുവർണ പരിചയപ്പെടുത്തി കൊടുക്കുന്നു രാധികയ്ക്ക്. അപ്പോൾ ദേ ആ ചേട്ടൻ ഇങ്ങനെ ഒരു മുട്ടത്തലയും ചേട്ടൻ ഇങ്ങനെ വന്ന് ഇതൊക്കെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. രാധികയ്ക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ മേലെ ഞാനിപ്പം മാനത്ത് വലിഞ്ഞു കയറും എന്ന് പറഞ്ഞതുപോലെയാണ് രാധിക ഇപ്പം മാനത്ത് വലിഞ്ഞു കയറുന്ന രീതിയിൽ. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ രാധിക ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കരുണും അതുപോലെ തന്നെ സുവർണയും കൂടെ സംസാരിക്കാം. അപ്പോൾ കരുക്കളൊക്കെ ഓക്കെ അല്ലേ എന്ന് സുവർണയോട് ഇയാൾ ചോദിച്ചപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ ഗീതു വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നും മാക്സിമം 10 മിനിറ്റ്സ് അതിനുള്ളിൽ അവൾ ഇവിടെ എത്തും എന്നുള്ള കാര്യങ്ങളും സുവർണ പറയാം. ഇയാളാണ് ഭയങ്കര സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ. ഐ ആം സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളും ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ. അവൾ മരണക്കുടിക്കിൽ നിന്നും വഴുതി പോകുന്ന ഒരു ഇനമാണെന്നും രക്ഷപ്പെടാതെ സൂക്ഷിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സുവർണ പറഞ്ഞു കൊടുക്കുമ്പം കാട്ടുപോത്തിനെ വേട്ടയാടുന്ന ചെന്നായി പേടമാനെ വെറുതെ വിടുവോ എന്ന് ഇയാൾ ചോദിച്ചു.
പോയി ഹാപ്പി ന്യൂസിന് വേണ്ടി കാത്തിരിക്കാനൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷം നമ്മുടെ സുവർണയ്ക്കും. അപ്പോൾ വർക്ക് സക്സസ് ആയാൽ ഇന്നത്തെ നൈറ്റ് പാർട്ടി നമ്മൾ ഒന്നിച്ചായിരിക്കും എന്നും പറഞ്ഞു സുവർണ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇയാൾക്ക് അതിനേക്കാളും വലിയ സന്തോഷം. അങ്ങനെ ചേട്ടനൊരു നോട്ടമൊക്കെ നോക്കിയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. നമ്മുടെ സുവർണയും അങ്ങ് പോയി. എന്തായാലും രാധികയ്ക്കുള്ള മരണക്കണിയുമായിട്ടാണ് നമ്മുടെ ഗീതു ഇറങ്ങിയിരിക്കുന്നതെന്ന് സുവർണയ്ക്കോ അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും അറിയില്ല. ഗീതു രണ്ടും കൽപ്പിച്ചാണ്. അങ്ങനെ രാധികയുടെ അവസാനം കാണാൻ ഗീതു ഇറങ്ങുമ്പോൾ ഗീതുവിനെ അവസാനിപ്പിക്കാൻ ഇവരിറങ്ങുന്നു. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. രാധികയ്ക്ക് ഒരിക്കലും ഗീതുവിനെ ഒന്ന് നുള്ളി നോക്കാൻ കൂടി കഴിയില്ല. എന്തായാലും ഇതും പറഞ്ഞ സുവർണ അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും കരുൺ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നു. അപ്പോൾ ആ ഒരു സെറ്റപ്പിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.